ലൈഫിൽ ആദ്യമായിട്ട് തനിക്കുട്ടി ഇല്ലാണ്ട് ഞങ്ങളിതൊരു 3 ദിവസത്തേക്ക് ഒരു ട്രാവൽ പോകാണ്. ഇതങ്ങനെ കറങ്ങാൻ പോണോന്നല്ല. നമ്മളൊരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോവാണ് ട്ടോ. അങ്ങനെ ഞങ്ങളിത് വീട്ടിന്നിറങ്ങി. അപ്പൊ തനിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷാണ്. അവക്കങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് കണ്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷായി. എന്നാ പോലും എന്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ഇതുവരെ അവളങ്ങനെ രാത്രി പിരിഞ്ഞിരുന്നിട്ടില്ല. ഞങ്ങടെ കൂടെ നമ്മുടെ ബസ്സിൽ രഞ്ജിത്തേട്ടനും അഭിലാഷേട്ടനും ഉണ്ട് ട്ടോ. അപ്പൊ നമ്മള് പോണത് നമ്മുടെ ബസ്സിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ് ബാംഗ്ലൂർ വരെ. നമ്മുടെ വീട്ടീന്ന് നമുക്ക് ഏറ്റവും എളുപ്പം നാടുകാണി വഴി പോകുന്നതാട്ടോ. അങ്ങനെ നമ്മളിത് ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുരം എല്ലാം കേറി കഴിഞ്ഞ് പിന്നെ കുറച്ച് കണ്ടെത്തിയപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു ട്ടോ ഞങ്ങള്. ഇന്ന് പിന്നെ സൺഡേ ആയിട്ട് ബ്ലോക്കിന്റെ കാര്യം പറയേ വേണ്ട. നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേ നമ്മുടെ മുതുമലെത്തിയപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടോ പോണ വഴിക്ക് ഒരു ഫാമിലി കംപ്ലീറ്റ് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സീൻ സൂപ്പറായിരുന്നു. പിന്നെ ദേ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു കരടീനെ കണ്ടു. അത് കഴിഞ്ഞ് ഒരു മയിലിനെ കണ്ടു. പിന്നെ അതെല്ലാം കണ്ട് മുന്നോട്ടേക്കുള്ള കാഴ്ചകളും എല്ലാം അടിപൊളിയായിരുന്നു ട്ടോ. ഇവിടെ വന്ന് അതിനെ പിന്നെ ഇഷ്ടം പോലെ കാണാം. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂരിലേക്ക് കയറി. ഇവിടെ കയറിയ സമയത്ത് 2 പേരിനെ കണ്ടു ട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഒരു മയിലിനെ കണ്ടു. അങ്ങനെ ദേ പന്നി ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ദേ നമ്മുടെ ഗുണ്ടൽപേട്ടിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നേരിട്ട് ബാംഗ്ലൂരിലേക്ക് പോകാന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂരിലെത്തിയപ്പോൾ ദേ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടി. നമ്മുടെ കേരളം വിട്ടിട്ട് ഏത് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനും എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം നല്ല ഫുഡ് ആയിരിക്കില്ല. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രതീക്ഷേനേക്കാളും നന്നായി ഫുഡ് തന്നെയായിരുന്നു കഴിച്ചത്. ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ദേ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദേ ബാംഗ്ലൂരിൽ എത്തിയിട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാം നമുക്ക് നാളെ കാണാം. ഏതായാലും ഈ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.